അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാൻ അവസാന ടൈം. നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ ശരീരത്തിൻ്റെ സക്കാത്താണ്, ഫിത്ർ സക്കാത്ത്. പാവപ്പെട്ടവൻ്റെ അവകാശമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ 30 ദിവസത്തെ നോമ്പ് അനുഷ്ഠിച്ച് ആ നോമ്പിൻ്റെ പൂർത്തീകരണം നിങ്ങളുടെ സക്കാത്ത് കൊണ്ടാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുത്തു വീട്ടാൻ ഓരോരുത്തരും തനിക്കും തൻ്റെ കുടുംബത്തിനും പെരുന്നാൾ ദിവസവും കഴിക്കാനും ധരിക്കാനുമൊക്കെ ഉള്ള കഴിഞ്ഞ് ബാലൻസ് ഉണ്ടെങ്കിൽ നിർബന്ധമായും ഓരോ മനുഷ്യരും സക്കാത്ത് കൊടുത്തോളം. ഏകദേശം 3 ലിറ്റർ 3,200 അതായത് 2,600 2,800 വരുന്ന കിലോ വരുന്ന അരി എന്ത് ചെയ്യുക, സാധാരണ ഉപയോഗിക്കുന്ന ഭക്ഷണം പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യുക, സക്കാത്തായി കൊടുക്കുക. തീർച്ചയായും റമളാൻ 1 മുതൽ തന്നെ കൊടുത്തു തുടങ്ങാവുന്നതാണ്. എങ്കിലും അതിൻ്റെ ഉത്തമ സമയം മാസപ്പിറവി കണ്ടത് മുതൽ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കുന്നതിന് മുമ്പായിട്ടോ അതല്ലെങ്കിൽ 30 പൂർത്തിയായി സൂര്യൻ അസ്തമിച്ചത് മുതൽ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായിട്ടോ അത് കൊടുത്തു വീട്ടേണ്ടതാണ്. അത് പാവപ്പെട്ടൻ്റെ അവകാശമാണെന്ന് മനസ്സിലാക്കുക, അത് കൊടുത്തു വീട്ടുക. മറ്റൊന്ന്, തീർച്ചയായും പെരുന്നാൾ ദിവസങ്ങളിൽ നാം ചെയ്യേണ്ടത് നമ്മൾ പരസ്പരം കുടുംബ സന്ദർശനം നടക്കുക. നമ്മുടെ അഹിലുകാരിൽ നമ്മുടെ ബന്ധപ്പെട്ടവർ കുടുംബ ബന്ധം ചേർക്കുക. പെരുന്നാൾ നമസ്കാരത്തിന് കൂട്ടമായി നമ്മുടെ മക്കളോടൊപ്പം നമ്മൾ പള്ളിയിൽ പോവുക. പെരുന്നാൾ ഈദ് നിസ്കാരം കഴിഞ്ഞ് വന്നാൽ നമ്മുടെ കുടുംബങ്ങളെ സന്ദർശിക്കുക. ഒരിക്കലും പെരുന്നാൾ ആഘോഷത്തെ നമ്മൾ ആഭാസമാക്കി മാറ്റരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് ആഘോഷിക്കാനാണ്, പെരുന്നാൾ ആഘോഷിക്കാൻ. വിശ്വാസികൾക്കുള്ള പ്രധാനമായ 2 ആഘോഷമാണ് ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. ആ ചെറിയ പെരുന്നാൾ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ആഘോഷിക്കുവാനും പൊരുത്തപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും ആഭാസങ്ങൾ കൊണ്ടുവരാതിരിക്കാനും നാം ഓരോരുത്തരും ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.